ഹലോ ഗൈസ്, കോഡ് ബാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ടു ഡൂസ്, അതായത് നമ്മൾ ഡാറ്റാ ബേസിൽ പോയിട്ട് നമ്മളെല്ലാ ടു ഡൂസിനും ഫെച്ച് ചെയ്തിട്ട് അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ കണ്ടന്റിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിപ്പം ടു ഡു കൺട്രോളറിലാണുള്ളത്. അതായത് നമ്മളെ ആപ്പ് ഫോൾഡറിൻ്റെ ഉള്ളിൽ HTTPയുടെ ഉള്ളിൽ കൺട്രോളേഴ്സിൽ ടു ഡു കൺട്രോളർ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഒരു പബ്ലിക് ഫംഗ്ഷൻ ഉണ്ട്, ഹോം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ വെബ് എടുത്താൽ, അതായത് നമ്മൾ റൗട്ട്സിൽ web.php എടുത്താൽ നിങ്ങൾക്ക് കാണാം നമ്മളെ ഹോം റൗട്ട്, അതായത് നമ്മൾ ജസ്റ്റ് ആ പാത്ത് മാത്രമല്ല, ആ സ്ലാഷ് മാത്രമല്ല, ആ ഹോം റൗട്ട് റിട്ടേൺ ചെയ്യുന്നത് ഈ ടു ഡു കൺട്രോളർ അറ്റ് ഹോം എന്നുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ടു ഡു കൺട്രോളർ അറ്റ് ഹോം എന്നുള്ള ഈ ഫംഗ്ഷൻ ഇതാണ്. അപ്പം ഇത് ജസ്റ്റ് ഞാനിവിടെ PHP ആർട്ടിസൺ സെർവർ അടിച്ച് സെർവറാണ് ഇത്. നിങ്ങൾക്കിപ്പം ആ ഒരു ഡമ്മി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു HTML പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിപ്പം നമ്മൾ മാനുവലായിട്ട് അടിച്ച് ഉണ്ടാക്കിയൊരു സംഭവമാണ്. നമ്മളിത് ഡാറ്റാ ബേസിൽ നിന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡാറ്റ ഫെച്ച് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പം നമ്മളതിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ ഒക്കെ കാണുന്നുണ്ട്. ഇതൊന്നും നമ്മൾ നോ ലോങ്ങർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ടൈറ്റിലൊക്കെ ഇപ്പം നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് ഇപ്പം ഇൻഹെറിറ്റൻസ് വെച്ച് അവിടെ നിന്ന് ചെയ്യുകയാണ്. അപ്പം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം നമ്മളിതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റാ ബേസിൽ പോയിട്ട് എന്ത് ചെയ്യണം, എല്ലാ വാല്യൂസും ഫെച്ച് ചെയ്യണം. നമ്മൾ ഈ ഹോം പേജിലേക്കാണ് എല്ലാം കൊണ്ടുവരേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ അതൊക്കെ ആക്സസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഡാറ്റാബേസിൽ പോയിട്ട് എല്ലാ വാല്യൂസും ഫെച്ച് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ ടു ഡൂസ് എന്നുള്ള വേരിയബിളിലേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മോഡലിൻ്റെ പേര് ടു ഡു ദെൻ ഓൾ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൽ പോയിട്ട് എല്ലാ വാല്യൂസും ഫെച്ച് ചെയ്ത് ഈ വേരിയബിളിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ ലറാവല്ലൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഹെൽപ്പർ ഫംഗ്ഷൻ ഉണ്ട്, DD എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ DD ഈ ഡോളർ ടു ഡൂസ് ഇട്ട് കൊടുത്താൽ നിങ്ങളെ ഈ ഒരു ഔട്ട്പുട്ട് റിഫ്രഷ് ചെയ്താൽ, അതായത് നിങ്ങളെ എക്സാമ്പിൾ വർക്കിംഗ് ആണെന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ എക്സാമ്പിൾ രണ്ടും സ്റ്റാർട്ടഡ് ആണെന്ന് ഉറപ്പ് വരുത്തണം, കാരണം നമ്മൾ ഡാറ്റാബേസ് അവിടെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് റീഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഐറ്റംസ് array 1 എന്ന് വെച്ചാൽ ഒരു ഐറ്റം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ ഐറ്റം ഏതാണെന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാം. അതിൽ ആട്രിബ്യൂട്ട്സ് എന്നുള്ള പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം നമുക്കുള്ള ഒരേ ഒരു ഐറ്റത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. അതിൻ്റെ ടൈറ്റിൽ കോഡ് ബാൻഡ് എന്നാണെന്നൊക്കെ. ഓക്കെ, ജസ്റ്റ് ഒരു ഹെൽപ്പർ ഫംഗ്ഷനാണ്, അതായത് നമ്മൾ ഡീബഗിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു സംഭവം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഇത് കമൻറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ നമുക്ക് ഈ വേരിയബിൾ ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നോർമൽ നമ്മൾ ഈ അസോസിയേറ്റീവ് അറയിലേക്ക് നമ്മൾ പാസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കീ എന്ത് കൊടുത്തു, ടു ഡൂസ് എന്ന് കൊടുത്തു. അതിൻ്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്തു, ഡോളർ ടു ഡൂസ് ഈ വേരിയബിൾ. ഓക്കെ, അപ്പം നമുക്കിനി ടു ഡൂസ് എന്ന് പറയുന്ന വേരിയബിളിൽ ഇവിടെ ഈ ഒരു ഐറ്റംസ് ആക്സസിബിൾ ആണ്. ഹോം എന്നുള്ള ഈ ഒരു പേജിൽ നമുക്കിതിപ്പോൾ ആക്സസിബിൾ ആണ് ഈ ടു ഡൂസ് മൊത്തം. അപ്പോൾ നമ്മൾ home.blade.php വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇപ്പം ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാം. ഞാനിപ്പം എന്നിട്ട് സെർവർ ഒന്നുകൂടി ഈ ഒരു പേജ് ഒന്നുകൂടി റിഫ്രഷ് ചെയ്താൽ ഈ ഒരു ഭാഗമാണ് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റായി വരുന്നുണ്ട്. ഇതിങ്ങനെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഐറ്റേ ഉള്ളൂ നമ്മളെ ഡാറ്റാബേസിൽ. നമുക്ക് ചിലപ്പം ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൂപ്പ് ചെയ്യണം. നമ്മൾ ആ ഒരു നമുക്കൊരു ലിസ്റ്റാണ് കിട്ടുന്നത്, അതിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ലൂപ്പ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ താഴെ വന്നാൽ ഈ ഒരു ഭാഗം ഇതാണ് ഇപ്പോൾ അവിടെ ഞാൻ ഡമ്മിയായിട്ട് അടിച്ച് വെച്ചൊരു ഭാഗം. അതിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിവിഷനാണ്. ഓക്കെ, ഈ ഒരു ഡിവിഷനാണ് അപ്പം റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാ PHPയിൽ ഉപയോഗിക്കുന്ന പോലെ, പക്ഷേ ബ്ലേഡിൻ്റെ രൂപത്തിൽ നമുക്ക് ഈസിയായി ചെയ്യാം. മറ്റേത് നമ്മൾ PHP ടാഗ്സ് ഒക്കെ ഇട്ടിട്ട് ഫോർ each ഇട്ടിട്ട് പിന്നെ നമുക്ക് HTML എഴുതാണ്, പിന്നെ അത് ക്ലോസ് ചെയ്തിട്ട് ആ രീതിയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഈസിയായി ചെയ്യാം. അറ്റ് ഫോർ each എന്നുണ്ട് ലൂപ്പ് ചെയ്യാൻ. ദെൻ നമ്മൾ ലൂപ്പ് ചെയ്യേണ്ട ആ ഒരു വേരിയബിൾ, അതായത് നമ്മൾ ടു ഡൂസ് എന്നുള്ള ഒരു നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത സാധനം. ദെൻ ഒരു ആസ് ഇടുക. ദെൻ ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ഐറ്റത്തിനും വിളിക്കുന്ന പേര് ആസ് ടു ഡു. അപ്പം ഇത് പറഞ്ഞാൽ നമ്മൾ മൊത്തം ലിസ്റ്റാണ്. ഇത് പറഞ്ഞാൽ അതിൽ ഓരോരോ ഐറ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേര്. അപ്പം നമുക്കത് വേണമെങ്കിൽ ഐറ്റം എന്നോ അല്ലെങ്കിൽ A എന്നോ B എന്നോ എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ സിംഗുലർ ഇട്ടു മാത്രം. ഇപ്പം നമ്മൾ ഫോർ each റെഡിയാണ്. ഇനി ഫോർ each ക്ലോസ് ചെയ്യണം. നമ്മൾ എന്ത് തുടങ്ങിയാലും അത് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു ഡിവിഷൻ്റെ അടിയിലായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, അറ്റ് എൻഡ് ഫോർ each അത് ക്ലോസ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇത് ജസ്റ്റ് ഇവിടുന്നൊരു ടാബ് ഇട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് ഉള്ളിലായിട്ടാക്കി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പം അതിട്ടു. ഇനി ഞാൻ ജസ്റ്റ് ഇത് സേവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാം പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലൂപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ കണ്ടൻറ്റ് അവിടെ മാറ്റിയിട്ടില്ല.
നമ്മൾ ഈ കണ്ടൻറ്റ് നമുക്ക് ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരാൾ മാത്രം ഇവിടെ വന്നു. പക്ഷേ ഈ കണ്ടൻറ്റ് നമ്മൾ മാറ്റിയിട്ടില്ല, അതായത് ഈ കണ്ടൻറ്റ് നമ്മളിവിടെ മാറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം, ഈ ഓരോ ടു ഇങ്ങനെ ഓരോ ലൂപ്പിൽ ഓരോന്നാവും. ഓക്കെ, ആ ലൂപ്പിൽ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യണം. ഔട്ട്പുട്ട് ചെയ്യാനുള്ള സിൻറ്റാക്സ് ആണ് നമ്മളെ ഡബിൾ കേളി ബ്രേസസ്. എന്ത് ചെയ്യുക, നമ്മളെ $to ദെൻ $to പറഞ്ഞപ്പോൾ ഇതാണ്, ഇതിങ്ങനെ ഓരോ ടൈമിൽ മാറും. $to നമ്മളതിൻ്റെ ടൈറ്റിലിനെ ആക്സസ് ചെയ്യണം. നമ്മളെ ആ ഒരു മോഡലിലെ ആ ഫീൽഡിൻ്റെ പേര് ടൈറ്റിൽ നിന്നാണ്. അപ്പോൾ ടൈറ്റിൽ ആക്സസ് ചെയ്തു. ഇനി ഞാൻ നിങ്ങൾക്ക് സേവ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാം, അപ്പോൾ അവിടെ കോഡ് ബാൻഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ DD ചെയ്തപ്പോൾ ഹെൽപ്പർ ഫംഗ്ഷൻ വെച്ചപ്പോൾ നിങ്ങൾ കോഡ് ബാൻഡ് ഉണ്ടല്ലേ. അപ്പോൾ അതിനർത്ഥം ഇതിപ്പോൾ ഡാറ്റാ ബേസിൽ നിന്ന് വരുന്നതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് ഒരേ ഐറ്റേ ഉള്ളൂ ഇപ്പോൾ. പക്ഷേ നമ്മൾ വീണ്ടും നമ്മളിനി ക്രിയേറ്റ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാണാം. ഓക്കെ, ഞാനിപ്പം PHPMyAdmin പോയിട്ട് ആഡ് ചെയ്യുന്നൊന്നുമില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെരിമെൻറ്റ് ചെയ്യുക. PHPMyAdmin പോയിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഇവിടെ വന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഇതിങ്ങനെ കൂടുന്നത്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അതായത് നമ്മൾ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കൺട്രോളറിൽ നമ്മളെ ഹോം പേജ് റൗട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഹോം എന്നുള്ള ഫംഗ്ഷനാണ് അതിന് കൺട്രോളർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഡാറ്റാബേസിൽ പോയിട്ട് എല്ലാ ഐറ്റംസും എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ഈ വ്യൂവിലേക്ക് പാസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ വ്യൂന്ന് ജസ്റ്റ് അതിലൂടെ ലൂപ്പ് ചെയ്തു. ആ ടു ഡൂസ് എന്നുള്ളതിലൂടെ ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഐറ്റംസും നമ്മൾ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തു. ഈ അപ്ഡേറ്റും ഡിലീറ്റും നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിപ്പോൾ ബോദർ ചെയ്യണ്ട. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എറേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.